A to B உங்கள் பசியார எங்கள் ருசி பேசும். भारत माता की, भारत माता की, भारत माता की. ഇവിടെ വന്ന എല്ലാ യുവാവിശ്വാസികൾ എന്റെ വിനീതമായ നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്നത് യുവമോർച്ചയുടെ പ്രവർത്തകർ മാത്രമല്ല, നാടിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവവിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻജി കാണണം. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം. കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്രയോ അമ്പലത്തിൽ നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കയറിയിട്ടുണ്ട്. ദേഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ്? 3 ദിവസം മുമ്പേ വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2016 പറഞ്ഞ ഒരു കാര്യം ഞാൻ 3 ദിവസം മുമ്പേ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു. ഇന്നും ഞാൻ പറയുന്നു, ദേവസ്വം മന്ത്രി വാസവനോട് ഞാൻ പറയുന്നു, ശകലം ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് 2016 പറഞ്ഞതാണ് പിണറായി വിജയൻ. പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ളനെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ദേവസ്വമിന്റെ ഒരു വീഴ്ചയാണെന്ന്. വീഴ്ചയൊന്നല്ല, കൊള്ളയാണത്, തട്ടിപ്പാണ്, കള്ളത്തരമാണ്. അല്ല, 4.5 kg സ്വർണം മോഷിപ്പിച്ചാൽ അത് കൊള്ളയല്ലേ? അപ്പൊ കോൺഗ്രസുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ 40 kg സ്വർണം കൊള്ള ചെയ്താൽ മാത്രമാണോ കൊള്ള? അല്ല, ഇത് ക്രൈമാണ്. ഇത് അന്വേഷിക്കണം. ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിലും കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അയക്കണം. ഇത് എല്ലാ മലയാളികളുടെ വാശിയായിട്ട് ഞങ്ങൾ BJP അവർക്ക് വേണ്ടി ഇത് ചെയ്യും. ഇതിന് ഒറ്റ കോംപ്രമൈസ് ഞങ്ങൾ തയ്യാറല്ല. പിന്നെ പിണറായി വിജയൻജി ഇതും മനസ്സിലാക്കണം, വാസവൻജി ഇത് മനസ്സിലാക്കണം. കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകര് ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് വാസവൻ രാജിവെക്കണമെന്ന് പറയുമ്പോൾ SFIക്കാരും DYFകാരും കമ്മ്യൂണിസ്റ്റ് CPMകാരും വന്ന് ആക്രമണിച്ചത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിനി നടക്കില്ല. BJP നാടിന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെ ഞങ്ങളുടെ പ്രവർത്തകരെതിരെ ആക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. പിണറായി വിജയൻ സാറേ, വാസവൻ സാറേ, ദേവസ്വം ബോർഡ് ചെയർമാനെ, നിങ്ങളെ SFIക്കാരൊന്നും രക്ഷിക്കാൻ വരില്ല. അതിന്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ഈ നരേന്ദ്രമോദിജിന്റെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല. അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിത് കമ്മ്യൂണലാക്കാൻ എനിക്കൊരു താല്പര്യമില്ല, ആഗ്രഹമില്ല. പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ്. ജനങ്ങളിൽ പറയിപ്പിക്കുന്നു. ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ CPM സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ദ്രോഹിക്കുന്നു? 2018 ചെയ്ത കാര്യങ്ങളും ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം. കൊള്ള നടക്കുന്ന ഹിന്ദുവും അമ്പലം, ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ മതത്തിന്റെ അമ്പലമാണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാല് പിടിച്ച് മാപ്പി വാങ്ങി തരും. ഇതാണ് സത്യം. ഇതാണ് സത്യം. ഇത് ഇരട്ടത്താപ്പാണ്. ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന്റെ കാലവും കഴിഞ്ഞു.
ഇനി BJP വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിനു വേണ്ടിയും